പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 19-കാരനായിട്ടുള്ള മദ്രസാധ്യാപകൻ അറസ്റ്റിലായി. കോതനൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹസനാണ് അറസ്റ്റിലായത്. ഇയാൾ പെൺകുട്ടിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിലെ ഹെഗ്ഡെ നഗരിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസയിലാണ് ഈ സംഭവം. മദ്രസയുടെ ഉടമകളായ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ്. അതായത് തന്റെ മാതാപിതാക്കൾ നടത്തുന്ന മദ്രസയായതുകൊണ്ട് ഉസ്താദിന് കുറച്ചുകൂടി ഒരു അധികാരമൊക്കെ ഒന്ന് കയ്യിലെടുത്താലോ എന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ചോറ് നിലത്ത് വീണിരുന്നു. ഇതേ ചൊല്ലി മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഇത് കണ്ടെത്തിയ മുഹമ്മദ് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഭാഗ്യം അദ്ദേഹത്തിന്റെ പേരും മുഹമ്മദ് എന്നാണ്. മറ്റു കുട്ടികൾ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. അവശയായ കുട്ടിയെ പിന്നീട് മറ്റുള്ളവർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ CCTV പരിശോധിക്കുകയായിരുന്നു. 8 മാസം മുമ്പാണ് പെൺകുട്ടി മദ്രസയിൽ പഠിക്കാൻ വേണ്ടി എത്തിയത്. കുട്ടി ഉൾപ്പെടെ നിരവധി പേർ മദ്രസയിലുണ്ട്. ഇവരെ ഹസൻ അടിക്കടി മർദ്ദിക്കാറുമുണ്ട് എന്നിപ്പോൾ പുറത്തു വരുന്നു. ഇരയായ കുട്ടിക്ക് നേരെ ഇതിനു മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്തേവാസികൾ പറയുന്നത്. സംഭവത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 75-ാം വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ 115-ാം വകുപ്പും പ്രതിക്ക് മേലെ ചുമത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്തരം വാർത്തകൾ നമുക്കിതൊന്നും വലിയ അത്ഭുതം തോന്നത്തില്ല. കാരണം ഇതുപോലെയുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോകൾ മദ്രസ അധ്യാപകർ കുട്ടികളെ ഷോക്കടിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ആശയങ്ങൾ ഇങ്ങനെയുള്ള ഭീകരതയിൽ പഠിച്ചു വളരുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയാണ് കരുണയുണ്ടാകുന്നത്? ഈ അന്തരീക്ഷത്തിലാണ് ഈ ആശയം പഠിച്ച് ഇവരെ തന്നെയാണ് കണ്ടേ കുട്ടി വളരുന്നതെങ്കിൽ ഈ കുട്ടിയിൽ നിന്നും നമുക്ക് മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവനൊരു യഹിയാ സിൻവാറോ ഒരു ഇസ്മായിൽ ഹനിയയോ 8 മാസം പ്രായമായ കുഞ്ഞിനെ കൊണ്ടുപോയി നീചമായി കൊന്നുകളഞ്ഞ യഹിയാ സിൻവാർ, ഹമാസ് ഒക്കെ നയിക്കുന്ന സംഘടന ഇതുപോലെയൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു അത്ഭുതവുമില്ല. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെന്നല്ല കാണുന്നത്, അവരെ ജൂത കുഞ്ഞുങ്ങൾ എന്നാണ് കാണുന്നത്. നമ്മൾ കണ്ടതാണ്. മദ്രസകൾക്ക് ഒരുപാട് ഫണ്ട് വാരി കോരി കൊടുത്ത് കേരളം അവരെ വളർത്തിക്കൊണ്ടുവരുവാണ്. കേരളത്തിലും ഒരുപാട് പീഡന വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സർക്കാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ്. സർക്കാരിന്റെ ആ നിശബ്ദതയാണ് ഇവർക്ക് വേരോട്ടമുള്ള മണ്ണായി, ഇവർക്ക് തഴച്ച് വളരാൻ അനുകൂലമായിട്ടുള്ള മണ്ണായി വളരുന്നത്. അതുകൊണ്ടാണ് മദ്രസയിലെ ഉസ്താദന്മാർ നിരന്തരം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാതൃകാപരമായി അവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളില്ല. കേരളത്തിലെ പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം പള്ളിയുടെ ഉറൂസിന് ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമാകും. ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, ചില വിലയിരുത്തലുകൾ ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകണം, തിരുത്തലുകൾ ഉണ്ടാകണം. ഒരു പുനർവിചിന്തനം ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. 6-ാം നൂറ്റാണ്ടിന്റെ ഈ കിതാബാണ് ഇവരുടെ തലച്ചോറിലുള്ളത്. ഈ രൂപത്തിലാണ് ഇവർ ഈ മതത്തെ പഠിച്ചെടുക്കുന്നത്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മനുഷ്യത്വ രാഹിത്യം സംഭവിച്ച കുട്ടികളെ കുട്ടികളെന്ന് കാണാതെ ലൈംഗിക വൈകൃതങ്ങൾ ബാധിച്ച മനസ്സിന്റെ ഉടമകളാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇവരെ ഈ രൂപത്തിൽ പാകമാക്കിയെടുക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ആകാതെ തരമില്ല. നമ്മുടെ നാട്ടില് ജിഹാദി മനസ്സുള്ള അല്ലെങ്കിൽ അവരോട് അനുഭാവം സൂക്ഷിക്കുന്നവർ ഇത്രയധികം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കി തന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ നമുക്ക് മനസ്സിലാക്കി തന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മഹാജന സമ്മേളനം നമുക്ക് മനസ്സിലാക്കി തന്നു. പാലക്കാട് തൃത്താലയിലെ ഉറൂസ് നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരു മതവിഭാഗത്തിൽ നിന്നും മാത്രമാണ് ജനാധിപത്യ വിരുദ്ധതകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ മദ്രസകളിൽ പഠനത്തിന്റെ പേരിലുള്ള സ്വാധീനം നമുക്ക് നോക്കണം.
ജിഹാദിസം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് 9 വയസ്സുകാരനായ കുട്ടിക്കാലന്മാർ അരിയും മലരും കുന്തിരിക്കുമുമായി നമ്മുടെ വീടുകളിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ തീവ്രവാദ അനുഭവമുള്ള ഒരു സമൂഹം, ഈ രൂപത്തിൽ ഇവരുടെ തലച്ചോറുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സമൂഹം, മദ്രസകളിൽ നിന്നല്ലേ ഇവർക്ക് ഇത്തരം ഭീകരമായിട്ടുള്ള ആശയങ്ങൾ ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സംഘം രൂപപ്പെടുന്നത്? മറ്റുള്ള മനുഷ്യരെ നിർദ്ദയം കൊല്ലാനും ഏത് രൂപത്തിലും അവരെ ഉപദ്രവിച്ച് സുഖിക്കാനും ഒരു സാഡിസ്റ്റ് ചിന്താഗതിയിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി കൊലവിളി മുഴക്കാനുമൊക്കെയുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും അനിവാര്യമാണ്. അതിന് ലഭിക്കുന്ന ആലയമാണ് മദ്രസകൾ. തന്നെയുമല്ല, കുഞ്ഞുനാൾ മുതൽ തന്നെ നീളുന്ന മതപഠനം, അന്യമത വിരോധം, ഇതൊക്കെ അനിവാര്യമാണ് ഈ രൂപത്തിൽ ഒരു ഭീകരനായി മാറാൻ. പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. തീവ്രവാദികളെ സൃഷ്ടിക്കുന്നതിൽ മദ്രസ തലം മുതൽ തന്നെയാണ് തുടക്കം. 2001 അന്വേഷണ പത്ര ലേഖന വിഭാഗത്തിൽ ലോക പ്രശസ്ത മാഗസിനായ ഫ്രണ്ട് ലൈന് കൊടുത്ത അഭിമുഖത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് സാൻഡൈഗോയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറായ വെലി നാസർ, അദ്ദേഹം പാകിസ്ഥാനിലെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു പഠനമുണ്ട്. പാകിസ്ഥാൻ, കാശ്മീർ, ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം താലിബാനിനെ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ഇവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക തീവ്ര സംഘടനകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം പാശ്ചാത്യ ലോകവുമായി യുദ്ധവും, പിന്നെ കാശ്മീർ സംഘർഷം പരമാവധി നിലനിർത്തുക, പിന്നെ ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രം മതി, ഇവിടെ മറ്റൊരു മതവിഭാഗവും പാടില്ല എന്ന ചിന്താഗതിയുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർക്ക് ഇങ്ങനെ ആകാനേ തരമുള്ളൂ. കാരണം ഇവർ പഠിക്കുന്ന ആശയം ലോകത്തെ മുഴുവനും, ലോക സമാധാനത്തെ മുഴുവനും, മനുഷ്യത്വത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയേ ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ മാത്രം മതി ഈ ലോകത്ത്, മറ്റൊരു മതവിഭാഗങ്ങളും വേണ്ട, ഒരു മനുഷ്യനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീ, അവര് കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ ആ മക്കൾക്ക് ഇവരെ ഒന്ന് മണാലിയിൽ കൊണ്ടുപോകണമെന്നും മഞ്ഞുവാരി കളിക്കണമെന്നും അവർക്കും തോന്നി. ആ വീഡിയോ ചിത്രീകരിക്കുകയും അവർ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന മതജീവികളായ മതപുരോഹിതന്മാർ ഉറഞ്ഞു തുള്ളിയത് കണ്ടോ? ആ സ്ത്രീ സന്തോഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ സിംഹാസനം ഇരുന്ന് കുലുങ്ങുമോ? ഈ അപകടകരമായിട്ടുള്ള മതപ്രചാരണവും മതപഠനവും ഈ മതസംഘടനാ വിഭാഗങ്ങളെയും നിരോധിക്കാതെ ലോകത്തിന് സമാധാനം കിട്ടില്ല. നന്ദി.